മണ്ണിടിച്ചിലുണ്ടായ കുതിരാൻ തുരങ്കമുഖത്ത് ജാഗ്രത തുടരുന്നു. കൂടുതൽ മണ്ണിടിച്ചിലിന് സാധ്യതയില്ലെന്നാണ് നിഗമനമെങ്കിലും മഴ കനത്താൽ സാഹചര്യം മാറും. മണ്ണിടിച്ചിലുണ്ടായ പടിഞ്ഞാറെ തുരങ്കമുഖത്ത് വിദഗ്ധ സംഘം പരിശോധന നടത്തിയിരുന്നു. മലയുടെ മുകളിലെ നീർച്ചാലുകൾ തടസ്സപ്പെട്ടിട്ടില്ലെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. സ്ഥലത്ത് പോലീസിന്റെ നിരീക്ഷണം ഏർപ്പെടുത്തി. തുരങ്കത്തിന് സമീപത്തെ സബ്സ്റ്റേഷനിലെ ജീവനക്കാരെ ഒഴിപ്പിച്ചു. കുതിരാനിൽ പാലക്കാട് ഭാഗത്തേക്കുള്ള പാതയിൽ ഗതാഗതം 2 വരിയാക്കിയിട്ടുണ്ട്. ഇവിടെ ഗതാഗത നിയന്ത്രണത്തിനായി ബാരിക്കേഡുകളും സ്ഥാപിച്ചു. അതേസമയം ശക്തമായ മഴ തുടർന്നാൽ മണ്ണ് കൂടുതൽ ഇളകി മരങ്ങൾ ഉൾപ്പെടെ താഴേക്ക് വരാം. മരങ്ങൾ വളരുന്നതിനനുസരിച്ച് വേരുകൾ പടരുന്നതും മണ്ണിന് ഇളക്കമുണ്ടാക്കുന്നുണ്ട്. മലമുകളിൽ ഒഴുകുന്ന സ്വാഭാവിക നീർച്ചാലുകൾ ഏതെങ്കിലും തരത്തിൽ തടസ്സപ്പെട്ടാൽ മണ്ണിടിച്ചിൽ ശക്തമാകാൻ സാധ്യതയേറെയാണ്. ഈ സാഹചര്യത്തിൽ കിഴക്കേ തുരങ്കമുഖത്ത് സ്വീകരിച്ച മുൻകരുതൽ നടപടികൾ പടിഞ്ഞാറേ ഭാഗത്തും സ്വീകരിക്കണമെന്ന ആവശ്യം ശക്തമാവുകയാണ്. പടിഞ്ഞാറേ തുരങ്കമുഖത്തെ പാറക്കെട്ടുകൾ ബലപ്പെടുത്തേണ്ടതുണ്ട്. നീരൊഴുക്ക് സുഗമമാക്കാൻ ചെരുവുകൾ ഉണ്ടാക്കി പൈപ്പുകൾ സ്ഥാപിക്കണമെന്നും ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. അതേസമയം ബദൽ പാതയായി കുതിരാൻ ക്ഷേത്രത്തിന് മുന്നിലൂടെയുള്ള പഴയ ദേശീയപാത വീണ്ടും സഞ്ചാരയോഗ്യമാക്കാനുള്ള സാധ്യതകൾ അധികൃതർ ആരായുന്നുണ്ട്. കോടതിയുടെ പരിഗണനയിലുള്ള വിഷയമാണെങ്കിലും പുതിയ സാഹചര്യത്തിൽ തുടർ നടപടികൾ അനിവാര്യം. ന്യൂസ് ഡെസ്ക് TCV.